un giorno davvero speciale quando si affrontano due squadre della stessa città, ma è ancora più speciale se il palcoscenico è uno stadio come questo e se il sipario si apre su due squadre come Inter e Milan. Come gli ha dato? È tutto solo davanti alla porta, tiro di Lautaro Martinez, un gol pazzesco, pazzesco! ഹായ് ഗായ്സ്, മല്ലു ഫാൽക്കൺ ഗെയിമിങ്ങിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഫ്രണ്ട് മാച്ചാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരു മാച്ച് പ്ലേ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. മാച്ച് മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിഫൻസൊക്കെ ഒന്ന് സെറ്റാക്കിയിടും. റൈറ്റ് ബാക്ക് മാർക്കിങ്സിനെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ പണിമുടക്കിലാണ്. നേരത്തെ ഒരു കളി കളിച്ചതാണ്. റെഡ് ബാക്ക് അല്ല, ഒരു റെഡ് കാർഡ് കിട്ടും. കമോൺ ഗായ്സ്, നോക്കാം. അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അവൻ ഒരുവിധം സ്കില്ലൊക്കെ ഇട്ട് കളിക്കുന്ന സ്കിൽ കുട്ടനാണ്. പക്ഷേ നമുക്ക് അതൊക്കെ ഒന്ന് തകിടം മറിക്കാമെന്ന് നോക്കാം. അവനുമായിട്ട് ഞാൻ കളിച്ചപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട്, അവനും ജയിച്ചിട്ടുണ്ട്. ഈസ് എ ഗുഡ് പ്ലെയർ. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. നമുക്കതിപ്പം കളിയിലേക്ക് പോവാം. കളി സ്റ്റാർട്ട് ചെയ്യാണ്. ജമാൽ അവൻ്റെ അടുത്ത് ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യണം. അങ്ങനെയുണ്ട്. പാസിംഗ് ഗെയിമാണ്. അവൻ്റെ ടീമും ഇച്ചിരി ബെറ്ററാണ്. എല്ലാവരും ഉണ്ട്. അൺക്രൈസ് ഫസ്റ്റ് ഷോട്ട് എടുത്തു. നമ്മളതങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാണ്. പാടാൻ മോനെ പാ. പൊളിക്കളി. കോർണറും അവനെ സൂക്ഷിക്കണം. ഹൈറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ആരോസ്കോപ്പാണ്. നമ്മളങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അടിച്ചോട്ടേയിരിക്കും. ഓക്കെ, നമുക്ക് കാർലോസ് ഡെനിൽസൺ, കാർലോസ് ലെവൻഡോസ്കിയിലേക്ക് കിട്ടുന്നതിന് മുമ്പ് അവൻ എടുത്തുകൊണ്ട് പോയി. ആവട്ടെ. റോബർട്ടോ കാർലോസ്, ഡെനിൽസൺ, ലെവൻഡോസ്കി കൊള്ളായിരുന്നു. സ്കിൽ നല്ലൊരു ഷൂട്ടായിരുന്നു. ഓക്കെ, അവനൊന്ന് ചെറുതായിട്ട് വരണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മാക്സിമം അവനെ പുഷ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. കോർണർ എടുത്ത് നോക്കാം. ടു ഓപ്ഷൻസ് ഉള്ളു. കമോൺ യമാൽ കലോസോ. അവൻ ഇൻ്റർസെപ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. കമോൺ. ഡിഫൻസിൽ നോക്കിയില്ലെങ്കിൽ അവൻ ഇപ്പോൾ അടിക്കും. നൈസ്. ഫോർഡ് എൻ്റെ ഒരു നല്ലൊരു ഗോൾ കീപ്പറാണ് പിക്ഫോർഡ്. ഹൂയിസൺ, റൈക്കാർഡ് കിട്ടുന്നതിന് മുമ്പ് അവന് സ്റ്റീവൻ ജെറാർഡിനെ കിട്ടിയായിരുന്നു ഈ വന്ന പാക്കിൽ. ഓക്കെ, മാർക്കിനോസ്. കമോ. ഗുഡ് ഇൻ്റർസെപ്ഷൻ. ആൽബർട്ട് ഫെറർ. മെസ്സി അല്ല, യമാൽ അടി. ലെവൻഡോസ്കി പണ്ട് ഇവൻ മര്യാദയ്ക്ക് അടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ലെവൻഡോസ്കി ഇപ്പോൾ ഒരുമാതിരി. കമോൺ ഗായ്സ്, ഓഫ് സൈഡാണത്. അതും കിട്ടിയിരിക്കുകയാണ്. ഓഫ് സൈഡും കിട്ടി. പിന്നെ അത് ബോളെ തൊട്ടില്ല, അവനല്ലേ അടിച്ചു കളഞ്ഞു. പിന്നെ അതിന് ഓഫ് സൈഡ് വിളിച്ചു. അങ്ങനെ പറയാം. മറഡോണ, യമാൽ, ലെവൻഡോസ്കി. പിന്നെ ജോണോഷു ഉണ്ട്. അതിൻ്റെ ജോണോഷു, വില്യം സാലിബ. അവൻ ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് കോർണർ അടിപ്പിക്കാനുള്ള പ്ലാനിങ് ഉണ്ട് അവൻ്റെ. പക്ഷെ അതൊന്നും നമ്മുടെ അടുത്ത് നടക്കില്ല. നോക്കാം നമുക്ക്. ഇൻ്റർസെപ്റ്റ്. കമോൺ. പാസിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗുഡ്. പിക്ഫോർഡ് ടു മാർക്കിനോസ് എല്ലാം ക്ലിയർ ചെയ്തേക്കാണത്. ക്ലിയർ ചെയ്തു. നമ്മറയാണ്, സാനേറ്റിയാണ് ഇറങ്ങുന്നത്. സ്റ്റീവൻ ജെറാർഡ്, വിനീഷ്യസ് ജൂനിയർ അടിച്ചു. യോഹാൻ ക്രൈഫ്
നമ്മൾ വീണ്ടും നാരോസ്കോപ്പ് റൈക്കാർഡിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയേക്കാണ്. റൈക്കാർഡേ നീ സൂക്ഷിക്കണം കേട്ടോ. റൈക്കാർഡിനെയൊക്കെ ഇപ്പം മാറ്റാനും പറ്റത്തില്ല. വേറെ അങ്ങനെ മിഡ്ഫീൽഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് കുറവാണ്. ഓക്കെ, റൈക്കാർഡ് അങ്ങനെ കിട്ടിയേക്കാണ്. ഫ്രീ കിക്ക് അടിച്ച് കയറ്റുമോ നോക്കാം. അങ്ങനെ ഫ്രീ കിക്ക് അടിച്ച് കയറ്റുന്നൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ അതിൽ ഓക്കെ പുറത്തേക്ക് അടിച്ചു കിട്ടുന്നു. കമോ ഹൂയ്സൺ, നമ്മളിനി പ്ലേ ഇട്ടെങ്കിലേ കാര്യമുള്ളൂ കേട്ടോ. അവൻ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മളൊരു തേങ്ങയും ചെയ്യുന്നില്ല. ഓഫ്, എൻ്റെ നെയിം സ്റ്റീവൻ ജെറാർഡ്. കമോ ഹൂയ്സൺ, ഹൂയ്സൺ ഗുഡ് വർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹൂയ്സൺ. ഡേവിഡ് ബെക്കാം എന്ത് കാണിക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. അങ്ങനൊരു പാസ് അനാവശ്യമായിരുന്നു. പക്ഷേ കമോ 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 റൈക്കാർഡ്. ഗുഡ് റൈക്കാർഡ് മാത്രമാണ് ഒരു പ്രയോജനമുള്ള മനുഷ്യൻ. എനീൽസ ഓട്, കമോ എനീൽസ ഓട്. അതൊന്നും നടക്കില്ല. കമോ നൈസ് നൈസ് നൈസ്. എനീൽസൺ ടു റോബർട്ടോ കാർലോസ്. റോബർട്ടോ കാർലോസിന് മർഡോണയ്ക്ക് കൊടുത്ത മർഡോണ കിട്ടി. ഇന്റർസെപ്റ്റ് ചെയ്തോ. ഓക്കെ 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 കിട്ടി കിട്ടി. ബെക്കാം, എനീൽസൺ, കാർലോസ്, ബെക്കാം, റൈക്കാർഡ്. ഇൻ്റർസെപ്ഷൻ. ഓക്കെ, ഡിഫൻസിലേക്ക് പോകാം. നെയ്മർ ജൂനിയർ. അവനകത്തേക്ക് കയറി, അകത്തേക്ക് കയറി. റൈക്കാർഡ്, നീ എന്ത് പണിയാടാ കാണിച്ചത്? ഇപ്പനൊക്കെ എന്ത് കളി നശിപ്പിക്കാൻ ഇറങ്ങിയേക്കല്ലേ. കയറിപ്പോ കയറിപ്പോ കയറിപ്പോ. തോന്നിയാസം കാണിച്ചിട്ട് എന്തിനാ അവിടെ വെച്ച് ഫൗൾ ചെയ്തു? നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അവനെ തെറി പിടിച്ചിട്ട് കാര്യമില്ല. താനെന്ത് തേങ്ങ കാണിച്ചു. പോട്ടെ. ഫ്രീ കിക്ക്, കമോൺ യോഹാൻ ക്രൈഫ്. ഇതൊന്നും നോക്കിയതല്ലേ ഇവിടുന്ന് തന്നെ അടിപ്പിക്കുന്നത്. അടിപ്പിക്കും. വാളിൽ തട്ടിപ്പോയേക്കാണ്. നൈസ് നൈസ് നൈസ്. റോബർട്ട് ലെവൻഡോസ്കി. പടി 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 പടി. അടുപ്പിക്കല്ലേ അടുപ്പിക്കല്ലേ അടുപ്പിക്കല്ലേ. ഗുഡ് ഗുഡ്. വെക്കാം. എനീൽസൺ. കമോ കമോ കമോ. കിട്ടി 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 കിട്ടി. അടിച്ചു അടിച്ചു. ഗായ്സ്, അതിൻ്റെ വിനീഷ്യസ് ജൂനിയർ അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഏറിക്കയറേണ്ട അവസ്ഥയാവും ഇപ്പം. ഈ കളി തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. തോറ്റെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ തളരത്തൊന്നുമില്ല. തോൽവിയൊന്നും നമുക്ക് അങ്ങനെ വിഷയമല്ല. നമ്മൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ തോൽവി നമുക്ക് വിഷയമല്ല. കളിച്ചില്ലെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കും. ഇപ്പം നമ്മൾ കളിക്കുന്നുണ്ട് ഒരുവിധം. അവനും നല്ല കളിയാണ് അതിൻ്റെ. ഓക്കെ, നമുക്ക് തിരിച്ചടിക്കാമെന്ന് നോക്കാം. മാർക്കിനോസ്, യമാൽ എന്ത് തേങ്ങയായി കാണിക്കുന്നില്ലേ? യമാൽ ഈ കളിയിൽ ഫുൾ അലമ്പായിട്ടാണ് കളിക്കുന്നത്. കമോ മാർക്കിനോസ്, ഡിയാഗോ മറഡോണ. സ്റ്റീവൻ ജെറാർഡിനെ കൊണ്ട് ഓടുവാണല്ലോ. കമോ റോബർട്ടോ കാർലോസ്, എനീൽസൺ. കണ്ടോ, ഈ ലെവൻഡോസ്കി ഒന്നും അങ്ങോട്ട് ഓടി കയറുന്നില്ല. കാരണം ക്വിക്ക് കൗണ്ടർ ആണെങ്കിൽ ഓടി കയറേണ്ടതാണ്, അത് ഓടുന്നില്ല. എനീൽസൺ, കമോ ലെവൻഡോസ്കി അടി. നല്ല ഇൻ്റർസെപ്ഷനും ബ്ലോക്കിങ്ങും ഉണ്ട്. കൊള്ളാം. ഡിഫെൻസ് ചെയ്യുന്നുണ്ട് അവൻ മര്യാദയ്ക്ക്. നമ്മൾ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യം. നൈസ് നൈസ്. Oh my god. What the fuck. ഓക്കെ നൈസ് കളിയായിരുന്നു. സ്കില്ലൊക്കെ ഇട്ട്, ഞാൻ പറഞ്ഞില്ല അവനൊരു സ്കിൽ കുട്ടനാണ് കേട്ടോ. ഭയങ്കര സ്കില്ലൊക്കെ പ്രാക്ടീസ് ചെയ്ത് എടുത്ത്. കൊള്ളാം. നൈസ് പ്ലേ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മോശം കളിയാണ് കാണിച്ചത്. ഇവനെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഡിഫൻസ് ഡീപ്പ് ലൈൻ കാമിള. ഓക്കെ, ഡീപ്പ് ലൈൻ ആരെയിടാൻ? മറഡോണ ഇടാൻ. ഓക്കെ മറഡോണ ഇട്ടിട്ടുണ്ട് ഡീപ്പ് ലൈൻ. ലെവൻഡോസ്കി ഒരെണ്ണം കൊടുത്തുകൂടെ? ഫെറർ, മാർക്കിനോസ്. ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടല്ല.
അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ 2-0 മുന്നിലാണ്. നമുക്കൊരു വിഷയമല്ല, 2-0 ഒക്കെ നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ, കംബാക്ക് അടിക്കാവുന്ന കാര്യമാണ്, വിഷയമല്ല. നോക്കാം, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കമോൺ പോയിസൺ, ഡെനിൽസൻ്റെ കയ്യിൽ പോയിരിക്കുകയാണ്. മോനെ ഇനിയും ഗോൾ അടിപ്പിക്കല്ലടാ, 2-0 ഒക്കെ ഒരു മാന്യത ഉണ്ട്. കമോൺ, ഓഫ്സൈഡ്. പോയിസൺ, ഡെനിൽസൺ ഓട്. കമോൺ, റൺ. ഓ പാസ് വരച്ചാൽ മതി. കമോ, അറ്റാക്കിങ് അടിക്കാം. കൊള്ളാം. ഫൗളായോ അത്? ഇനി ഒരാൾക്കും കൂടെ റെഡ് കാർഡ് മേടിക്കല്ലേ. ഒരാൾ പോയപ്പോൾ തന്നെ മനുഷ്യൻ്റെ പകുതി. കമോ, പിക്ഫോർഡ് അവിടെ നിന്ന് എന്തോ കൈയൊക്കെ ഇട്ട് ആട്ടി കാണിക്കുന്നുണ്ട്. ഇത് ആട്ടാണോ? ഒറിഞ്ഞാണ് അവൻ്റെ മാനേജർ, നമ്മുടെ ക്ലോപ്പട്ടനാണ്. ബെക്കാം നല്ല ത്രൂ ആണ്. മാർക്കിഞ്ഞോസ്, യമാൽ ഓടുന്നില്ല. ലാമിൻ യമാൽ ഓടുന്നില്ലല്ലോ. ജെറാഡിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അവൻ്റെ തന്നെ കൊടുത്തു. നല്ല ഉണഞ്ഞ പരിപാടി. കമോ, ഫെറർ, എൽസ പാസ് കൊടുക്കണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുറേ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ കളി മോശമാണ്. ഓക്കെ. നൈസ്. കൊള്ളാം. ആൽബർട്ട് ഫെറർ എന്തിനാ അങ്ങോട്ട് കൊടുത്തു? ഒരാവശ്യമില്ല. കാർലോസ് എങ്ങനെ അല്ല, ഹൂസൻ എങ്ങനെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഡെനിൽസൺ, കമോൺ. റോബർട്ടോ കാർലോസ്, കറങ്ങിയുണ്ട്, നല്ല രസമുണ്ട് എന്നിട്ട് ആ പാസ്. ലാമിൻ യമാൽ, ഓട്. അവൻ്റെ വില്യസാലും എല്ലാം നല്ല, അവൻ്റെ ഒരുവിധം നല്ല പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്ലെയേഴ്സിൻ്റെതിനെക്കാട്ടി കൂടുതൽ നല്ല സ്ട്രെങ്താണ്. ബട്ട് അതൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല, നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ത്രോയിൻ കിട്ടിയേക്കാണ്. മാർക്കിഞ്ഞോസിനെ കൊണ്ടുവരിക്കാം. എന്നാ ഒരു തൊലിഞ്ഞ ത്രോയാണ്. ഇനിയിപ്പോൾ അടുത്തവൻ കൂടെ അടുപ്പിച്ചാണ് പരിപാടി. പൂയ്സൻ എവിടാ പോകുന്നത്? അവിടെ ആരെ? എൻ്റെ ദൈവമേ, രക്ഷപ്പെടും. പൂയ്സനൊക്കെ ഇറക്കി വിടുന്ന സമയം കഴിച്ചു. അതെങ്ങോട്ടാണ് കയറി പോയെന്ന്. അതാ ഇപ്പോഴാണ് ഓടി വരുന്നത്. ഒരു തേങ്ങ. ഓക്കെ, അങ്ങനെ ഭാഗ്യത്തിന് നമ്മൾ പോസ്റ്റിലടിച്ച് പോയതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതെന്തായാലും പണിയായിട്ടുണ്ട് നമുക്ക്. 2-0 തന്നെയാണ്. ടൈം ഒരുവിധം ആകാരമായി. ഓക്കെ, എംബാപ്പനെ ഇറക്കി നോക്കാം. റോബർട്ട് ഡൊണാൾഡോണിനെ ഇറക്കാം. ഊസനെ അവിടെ ഒരുവിധം നല്ല കളിയാണ് ഊസൻ. നമുക്ക് ബെക്കാമിനെ ഒന്നും ചില സെൻറ്ററിലേക്ക് റെഡ് കാർഡ് ഇല്ലല്ലോ. നമുക്ക് റെഡ് കാർഡ് വലിയൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ സ്പേസ് ഫുള്ള് ഫ്രീ ആയിപ്പോയി. അതിൽ അവൻ്റെ ക്രൈഫൊക്കെ ആയാലും വഴി അഴിഞ്ഞാട്ടം നടത്തും. ഓക്കെ, 68 മിനിറ്റ് ആയിട്ടുണ്ട്. ഊസൻ്റെ അടുത്ത് നിന്ന് റോബർട്ടോ കാർലോസ്, നൈസ് അടി. ആകാശം മാനം പൊട്ടിക്കുന്ന കണ്ട. ആ ഒരു ഭാഗം ഫുള്ള് ഫ്രീ ആണ്. ആ ഏരിയ ഫുള്ള് ഫ്രീ ആയി. നൈസ്.
അങ്ങനെയെങ്കിലും ചെയ്തല്ലോ. നവൽ മൊളീനനെ ഞാൻ മാറ്റും. അത് മൊളീന ശരിയാവുന്നില്ല. റൈറ്റ് ബാക്ക് മൊളീനെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. റൈറ്റ് ബാക്ക് നമുക്കൊരു അറ്റാക്കിങ് ഫുൾ ബാക്കിനാണ്. നമ്മുടെ അഷ്റഫ് ഹക്കീമിയൊക്കെ നല്ലതാണ്. ഹക്കീമി നല്ലതാണ്. അതുപോലെ അലക്സാണ്ടർ ആർണോൾഡ് ഉണ്ട്. മെസ്സി അവർക്ക് മുന്നേറ്റങ്ങൾ അറ്റാക്കിങ് കൂടുതൽ അവൻ തന്നെയാണ് നടത്തുന്നത്. നമ്മൾക്ക് ഒരു കാര്യമില്ല. കാർഡ് കെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ പോകണ്ടല്ലോ റെഡ് കാർഡ് കിട്ടി. ആ റെഡ് കാർഡ് തീർത്തനാണ്. കമോ മെസ്സി. ആരിരുന്നിട്ട് അങ്ങോട്ട് ഇട്ടത്. കമോ ആ മൊലീന ആരും ഓടുന്ന പോലും. എന്തോ ഒരു ഫോർമേഷനിലോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതും കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഫസ്റ്റ് ഞാൻ ത്രൂ ഇല്ല. ടോണി നമ്മളൊരു ഷൂട്ട് പോലും വെക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നാലോചിക്കും. മടുപ്പായി. പക്ഷെ നമ്മളിതിന് റിവഞ്ച് അടിക്കും, ഉറപ്പാണ്. എന്തായാലും റിവഞ്ച് അടിക്കും. അങ്ങനെ അവന് വീണ്ടും കോർണർ കിട്ടിയേക്കാണ്. ഒന്നുകൂടെ കിട്ടുമോ? കൊട്ടയം മേടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഫ്രണ്ട് മാച്ച് ഇപ്പോൾ വിളിക്കണ്ടായിരുന്നു. ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പെനാൽറ്റി. ഇനി പെനാൽറ്റി. മെസ്സി നിനക്ക് എന്തിൻ്റെ കേടാണ് നീ കാണിച്ചത്? നിന്നെ ഫോർവേഡിൽ ഇട്ടല്ലേ, നീ വേണെന്തിന് ഇവിടെ കിടന്ന് ചൊറിഞ്ഞോട്ട്? മെസ്സിയൊക്കെ എന്നെ അലമ്പത്തരായി കാണിക്കുന്നു. തോണ്ട അവൻ എങ്ങോട്ടാ അടിച്ചു വിട്ടത്? അതിന് വഴി വീണ്ടും ചെയ്ത് മുണഞ്ഞു. എനിക്കങ്ങ് സേവ് ചെയ്യാനായിട്ട്. ഓക്കെ നമുക്ക് നോക്കാം. അഹങ്കാരം. ഗോൾ കീപ്പറിനെ കൊണ്ടടിക്കും, ഡീഗേനെ കൊണ്ടടിക്കും. അടിപ്പിക്കുന്ന അത് കാണട്ടെ. കമ വേറെ വല്ല പണിയോ പൂജല്ലേ? ഒന്ന് കൊടുക്ക്, അതെങ്കിലും കൊടുക്ക്. ടൈം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാച്ച് ഏകദേശം അതിൻ്റെ ഒപ്പം ആയിരിക്കുകയാണ്. അവൻ 2-0 നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മളിനി റിവഞ്ച് എടുത്തിട്ടേ പോകത്തുള്ളൂ. നമ്മളിതിൻ്റെ റിവഞ്ച് എടുത്തിരിക്കും.